ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്ധ്യ സുനിൽ. സന്ധ്യ seassystitchingലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 13ാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ കൊച്ചു കുട്ടികൾക്കുള്ള പാൻ്റാണ് തയ്ക്കാൻ പഠിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുവാവയ്ക്ക് പാൻറ്റ് തയ്ക്കാനുള്ള തുണി ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് ഒറ്റ പീസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഇടതുവശത്തെ അറ്റം പിടിച്ച് വലതുവശത്തേക്ക് മടക്കി വെക്കുകയാണ്. നമ്മുടെ പാൻറ്റിന് എത്ര ഇഞ്ച് ഇറക്കമാണോ വേണ്ടത് അതിനേക്കാൾ 2.5 ഇഞ്ചും കൂടെ കൂടുതൽ കിട്ടണം നമ്മളിങ്ങനെ മടക്കിയിട്ട് കഴിയുമ്പോൾ. ഞാനിവിടെ 14 ഇഞ്ച് ഇറക്കമുള്ള പാൻറ്റാണ് തയ്ക്കുന്നത്. 14ൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടെ കൂട്ടി 16.5 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ തുണി മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് തുണിയുടെ വീതി എന്തേരം വേണമെന്ന് നോക്കാം. നമ്മൾ എത്രയാണോ സീറ്റ് മെഷർമെൻറ്റ് അളന്ന് വെച്ചിരിക്കുന്നത് അതിൻ്റെ 4/1 കാണുക. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ കൂടുതലിടുക. അതായത് ഞാനിവിടെ 20 ഇഞ്ചാണ് സീറ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. 20ൻ്റെ 4/1 അതായത് 20/4 എന്ന് പറയുന്ന 5ആണ്. ആ 5 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 8 ഇഞ്ച് വീതിക്കാണ് തുണി മടക്കിയിടുന്നത്. 8 ഇഞ്ച് വീതിക്ക് ഞാൻ നിന്ന ഈ സൈഡിൽ നിന്നും അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഈ പാൻറ്റിന് അളവെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് 7 മുതൽ സ്റ്റിച്ചിങ് ക്ലാസ് 12 വരെ എല്ലാ വീഡിയോയിലും എങ്ങനെയാണ് പാൻറ്റിന് അളവെടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്ന് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിലായി പടി മടക്കി തയ്ക്കുന്നതിന് വേണ്ടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ പാൻറ്റിന് എത്ര ഇറക്കമാണോ വേണ്ടത് അത്രയും ഇറക്കം ഇവിടെ മാർക്ക് ചെയ്യുക. ഞാൻ 14 ഇഞ്ച് ഇറക്കത്തിലാണ് പാൻറ്റ് തയ്ക്കുന്നത്. അതുകൊണ്ട് ആ 14 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ താഴെ നമുക്ക് താഴത്തെ പടി മടക്കി തയ്ക്കുന്നതിന് വേണ്ടി 1 ഇഞ്ചാണ് ആവശ്യമുള്ളത്. ഇവിടെ 1 ഇഞ്ച് ബാലൻസ് ഉണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. നമ്മൾ സീറ്റ് മെഷർമെൻറ്റ് എത്രയാണോ എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ 4/1 കാണുക. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടുക. ഞാനിവിടെ സീറ്റ് മെഷർമെൻറ്റ് അളന്നു വെച്ചിരിക്കുന്നത് 20 ഇഞ്ചാണ്. 20ൻ്റെ 4/1 അതായത് 20/4 എന്ന് പറയുന്ന 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായി മാർക്ക് ചെയ്യേണ്ടത് ക്രോച്ച് ലെങ്ത് ആണ്. നമ്മൾ ഈ വണ്ണം മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് താഴത്തേക്ക് വേണം ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാൻ. നമ്മുടെ സീറ്റ് മെഷർമെൻറ്റിൻ്റെ 4/1 + 2 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത് വരുന്നത്. സീറ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ 4/1 കാണുക. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടുക. ഞാനിവിടെ സീറ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് 20 ഇഞ്ചാണ്. 20ൻ്റെ 4/1 എന്ന് പറയുന്ന 5 ഇഞ്ചാണ്. 5 + 2 7 ഇഞ്ചാണ് ഞാനിവിടെ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത ആ 7 ഇഞ്ച് തന്നെ നമുക്ക് താഴെ ഒന്നുകൂടി മാർക്ക് ചെയ്യാം. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് 1 ഇഞ്ചും കൂടെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാർക്ക് ചെയ്യണം. നമുക്കിവിടെ ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് പാൻറ്റിൻ്റെ ഷേപ്പ് വരയ്ക്കാം. അതിനായി കർവ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ പാദം കടന്നു പോകുന്നതിന് എത്ര ഇഞ്ച് അളവാണോ ആവശ്യമുള്ളത് ആ അളവാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 4 ഇഞ്ചാണ് പാൻറ്റിൻ്റെ പാദം കടന്നു പോകുന്നതിനുള്ള അളവ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. പാദം കടന്നു പോകുന്നതിന് എത്ര അളവ് ആവശ്യമുണ്ടോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ക്രോച്ച് ലെങ്ത് വരച്ച ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൂട്ടി വരയ്ക്കുക. നമ്മൾ പാൻറ്റ് വെട്ടുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സൈഡ് ഫോൾഡ് നിർബന്ധമാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ പാൻറ്റിൻ്റെ ഈ മുകളിലത്തെ സൈഡ് ഫോൾഡാണ്. നമുക്കത് നിവർത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കാം. ഇപ്പോൾ നമുക്കിതുപോലെ 2 പീസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ കാലിൻ്റെ താഴത്തെ പടി മടക്കി തയ്ക്കാം. നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ മടക്കി തയ്ക്കാൻ ഇട്ടിരിക്കുന്നത്. ആദ്യം 1/2 ഇഞ്ച് മടക്കി വെക്കുക. അതിനുശേഷം വീണ്ടും 1/2 ഇഞ്ചും കൂടെ മടക്കി വെച്ച് നമുക്കിത് അടിച്ചെടുക്കാവുന്നതാണ്. പാൻറ്റിൻ്റെ താഴത്തെ പടി മടക്കി തയ്ച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി വയ്ക്കാം. അതിനുശേഷം കാലിൻ്റെ അറ്റം മുതൽ നമുക്ക് പാദം കടന്നു പോകാൻ എത്ര അളവാണ് ആവശ്യമുള്ളത് ആ അളവ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ മുതൽ ഈ ക്രോച്ച് ലെങ്ത് വരെ തയ്ച്ചു പിടിപ്പിക്കാവുന്നതാണ്. കാലിൻ്റെ താഴത്തെ അറ്റം മുതൽ ക്രോച്ച് ലെങ്ത് വരെ കൂട്ടിപ്പിടിപ്പിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ താഴത്തെ അറ്റവും ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗവും കെട്ടിട്ട് അടിക്കേണ്ടതാണ്. ഇത് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുകയും വേണം. ഇനി നമുക്ക് ഈ 2 പീസും ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിക്കാം. അതിനായി നമ്മൾ
ഒരു പീസ് എടുത്ത് മെഷീനിൽ വെക്കുക. അതിൻ്റെ മുകളിലത്തെ പീസ് ഇപ്പുറ സൈഡിലേക്ക് മറിച്ച് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ അടുത്ത പീസ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ അടിയിലത്തെ പീസ് മാറ്റി വെച്ചതിന് ശേഷം മുകളിലത്തെ പീസ് ആദ്യത്തെ പീസിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം വരുമ്പോൾ ആ 2 സ്റ്റിച്ചും ഒരേ രീതിയിൽ വരാൻ പാകത്തിന് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ക്രോച്ച് ലെങ്ത് പിടിപ്പിക്കുമ്പോൾ അത് രണ്ടും ഒരുപോലെ വരേണ്ടതാണ്. ഇങ്ങനെ ഒരുപോലെ വരാതിരിക്കുകയോ നമ്മളിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ ചുളിവുകൾ വരികയോ ചെയ്താൽ ഇതിൻ്റെ ബാക്ക് ഭാഗമോ ഫ്രണ്ട് ഭാഗമോ ഒക്കെ പൊങ്ങിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പടി മടക്കി തയ്ക്കാം. 1.5 ഇഞ്ചാണ് നമ്മളിവിടെ പടി മടക്കി തയ്ക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ആദ്യം 1/4 ഇഞ്ച് മടക്കി തയ്ക്കുക. പിന്നെ 1.25 ഇഞ്ചും കൂടെ മടക്കി വെച്ചതിന് ശേഷം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇലാസ്റ്റിക് ഇടുന്നതിനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് റൗണ്ടായി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പാൻറ്റിന് ഇലാസ്റ്റിക് ഇടാം. നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് എത്രയാണോ അതിനേക്കാൾ 4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം മുറിക്കേണ്ടത്. ഞാനിവിടെ 18 ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 4 ഇഞ്ച് കുറച്ച് 14 ഇഞ്ചാണ് ഇലാസ്റ്റിക് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു പിൻ ഉപയോഗിച്ച് ഈ ഇലാസ്റ്റിക് പാൻറ്റിലിട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഈ ഒരറ്റത്തിൻ്റെ മുകളിലായി വെച്ച് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇവിടെ ഇട്ടിരുന്ന ഗ്യാപ്പും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുഞ്ഞാവയുടെ പാൻറ് തയ്ച്ച് തീർത്ത് നീണ്ടു കിടന്ന നൂലൊക്കെ വെട്ടി വൃത്തിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.